ഹലോ ഗൈസ്, അപ്പോൾ വീണ്ടും ഒരുപാട് വർഷത്തോളം സെയിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റത്തിൻ്റെ റെസിപ്പി വീഡിയോ ആണ് ചെയ്യുന്നുള്ളത്. എൻ്റെ മന്തി ഏറ്റെടുത്ത പോലെ തന്നെ ഇതിനെയും ഒരുപാട് കസ്റ്റമേഴ്സ് ഭയങ്കര ഇഷ്ടത്തോടെ ഏറ്റെടുത്ത ഒരു ഐറ്റം തന്നെയാണ്. ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് ഇതിന്. അറേബ്യൻ ചിക്കന് അത്രയും ടേസ്റ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആനിവേഴ്സറി പാർട്ടികളിൽ, ബർത്ത്ഡേ പാർട്ടികളിൽ, പ്രഗ്നൻസി പാർട്ടികളിൽ, ഇതിലൊക്കെ ഗിഫ്റ്റായിട്ടൊക്കെ ഗിഫ്റ്റിൻ്റെ കൂടെ കൊണ്ടുപോകുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. എൻ്റെ അടുത്തുനിന്ന് എല്ലാവരും അങ്ങനെയാണ് കൊണ്ടുപോകാറ് കേട്ടോ, ഗിഫ്റ്റായിട്ടൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്കിതിന് വേണ്ടത് ഒരു ഫുൾ ചിക്കനാണ്. ഇതിലേക്ക് ആദ്യം തന്നെ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഒരു കപ്പ് തൈരും കുറച്ച് മഞ്ഞൾപ്പൊടി പൗഡറും ഒരു കപ്പോളം മല്ലിയിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കണം കേട്ടോ. ഓവറായിട്ട് ഉപ്പിടാൻ പാടില്ല. ഒരു മീഡിയം ലെവലിൽ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. കാരണം ഇതിൽ മാഗി ക്യൂബ് ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് ഉപ്പ് കുറച്ച് ഒരു അളവ് കുറച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. നന്ന കടുപ്പത്തിൽ ഉപ്പിടാതെ കുറച്ചിട്ട്. അപ്പോൾ ഇതവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അടുത്തൊരു മസാലയാണ് നമ്മൾ റെഡിയാക്കുന്നത്. അതിന് വേണ്ടത് 2 മാഗി ക്യൂബ് എടുക്കുക, ഒരു 4 ടേബിൾ സ്പൂണോളം അറേബ്യൻ മസാല. ഇത് നമ്മൾ മന്തി മസാലയില്ലേ അത് തന്നെയാണ് കേട്ടോ. അറേബ്യൻ മസാല എന്ന് പറഞ്ഞാലും മന്തി മസാല എന്ന് പറഞ്ഞാലും കിട്ടുന്നതാണ്. അപ്പോൾ അത് 4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. ഒരു ടേബിൾ സ്പൂണോളം പെപ്പർ പൗഡറും 1 ടീസ്പൂണോളം ഗരം മസാലയും 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ്, അതേ അളവിൽ സോയ് സോസ്, 2 ടേബിൾ സ്പൂണോളം ലെമൺ ജ്യൂസ്. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം കേട്ടോ. ഇത് കട്ടി കൂടുതലാണെന്നെങ്കിൽ നമുക്കിതിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ഈ മസാല റെഡിയാക്കി എടുക്കേണ്ടത്. ഇനി ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ചിക്കനിലേക്ക് ഒരു അരമണിക്കൂറിന് ശേഷം നമ്മളിതിലേക്ക് ഒന്നുകൂടി മാരിനേറ്റ് ചെയ്ത് വയ്ക്കുക ചെയ്യുന്നത് കേട്ടോ. ഇത് രണ്ടാമത്തെ മസാലയാണ്. ഇത് തേച്ച് പിടിപ്പിക്കുന്നത്. അപ്പോൾ നേരത്തെ അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 1/2 കപ്പോളം സൺഫ്ലവർ ഓയിൽ. അത് വിട്ടുപോയി പറയാൻ വേണ്ടിയിട്ട്. അതും കൂടി അതിലാദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ എല്ലായിടത്തും തേച്ച് പിടിപ്പിക്കുക. എന്നിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. ഇനി നമ്മൾക്കിതിലേക്ക് ആവശ്യമുള്ളത് ഇത്രയും വെജിറ്റബിൾസാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഒരു വലിയ തക്കാളി എടുക്കുക. നല്ല പഴുത്ത തക്കാളി വേണം കേട്ടോ. ഒരു 10 പച്ചമുളക്, ഒരു സവാള, ഒരു ക്യാപ്സിക്കം, ഒരു 2 പൊട്ടാറ്റോ, ഒരു വലിയ വെളുത്തുള്ളി. അപ്പോൾ ഇതൊക്കെ റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കേണ്ടത് കേട്ടോ. ഇതുപോലെ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി. ഇനി നമ്മൾക്കിത് സെറ്റാക്കലാണ്. അപ്പോൾ ഞാനിത് ഗിഫ്റ്റായിട്ടുള്ള കൊടുക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള ബോക്സിലാണ് സെറ്റാക്കി കൊടുക്കുക. അപ്പോൾ ഇത് നിങ്ങൾ സെയിലാക്കുന്നവർക്കാണെങ്കിൽ ഇതിൻ്റെ ചാർജ് നമ്മൾക്ക് എക്സ്ട്രാ വാങ്ങിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നാട്ടിൽ എത്രയാണ് റേറ്റ് എന്നറിയില്ല. അപ്പോൾ നമ്മൾ സെയിലാക്കുമ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് എത്ര റേറ്റ് പറയാമെന്നൊക്കെ. അപ്പോൾ നമ്മൾ ചിലവ് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മൾ ചാർജ് ഒരു 250 to 300 വരെ നമുക്കിത് വാങ്ങിക്കാൻ ആവുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ ഇതിൻ്റെ ഈ അലൂമിനിയം ബോക്സിൻ്റെ ചാർജ് കൂടി എത്രയാണെന്ന് വെച്ചാൽ വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ഇതൊന്നും അവർക്ക് ആവശ്യമില്ലെങ്കിൽ നമ്മൾക്ക് സാധാ ഗ്ലാസ് ട്രേയിലൊക്കെ ഉണ്ടാക്കി ആവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല അടപ്പൊക്കെയുള്ള അലൂമിനിയം പോട്ടാണ് കേട്ടോ. ഇതിൽ തന്നെ നമുക്ക് കുക്ക് ചെയ്യാം. ഇത് തന്നെ എടുത്തിട്ട് നമുക്ക് കൊടുക്കുന്നവർക്ക് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കുക ചെയ്യുന്നത്. അടുപ്പ് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്കിത് അപ്പോൾ ഇത് ക്ലിയറായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി ഈ വെജിറ്റബിൾസൊക്കെ ഇതുപോലെ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ എല്ലാം ഇതുപോലെ ഒന്ന് സെറ്റാക്കി കൊടുക്കുക ആദ്യം. അപ്പോൾ എല്ലാം ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലൊരുപാട് ബാലൻസ് വരുന്നുണ്ട് ഇതിൻ്റെ മസാല. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ ചിക്കൻ്റെ മുകളിലായിട്ടും ഈ വെജീസിൻ്റെ മുകളിലായിട്ടും ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. എല്ലായിടത്തും ഒരുപോലെ ആവുന്ന വിധത്തിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ മസാലയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിത് ഓവനിലാണ് കുക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ അലൂമിനിയം ഫോയിൽ ഒഴിവാക്കിയിട്ട് നമുക്ക് നോൺ സ്റ്റിക്ക് പാനിൽ ഇത് കുക്ക് ചെയ്യാം. വീട്ടിൽ നിന്ന് ചെയ്യുന്നവർക്ക് കഴിക്കണമെന്നുള്ളവർക്ക്
വീട്ടിലാവശ്യത്തിനാണെങ്കിൽ നമുക്ക് പാനിൽ കുക്ക് ചെയ്തിട്ട് എടുക്കാം. പാനിലേക്ക് ഇതൊന്ന് സെറ്റാക്കി കൊടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ ഓവനിലാണ് ചെയ്യുന്നുള്ളത്. ഇപ്പോൾ 1 മണിക്കൂറോളം 200 ഡിഗ്രിയിൽ 1 മണിക്കൂറോളം കറക്റ്റ് വേവ് വേണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ അറേബ്യൻ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. ഇതിന് വേണ്ടത് കോംബോ വരുന്നത് വൈറ്റ് ചപ്പാത്തിയാണ് കേട്ടോ. വൈറ്റ് ചപ്പാത്തിയാണ് കൂടുതൽ മാച്ച് ചെയ്യുന്നുള്ളത്. പിന്നെ പൊറോട്ട, കുബൂസ് ഇതൊക്കെ നമുക്ക് യൂസാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ ചെയ്ത് കൊടുക്കാറ് വൈറ്റ് ചപ്പാത്തിയോ അല്ലെങ്കിൽ കുബൂസോ ആണ് കൊടുക്കാറുള്ളത്. അപ്പം ഞാൻ ചെയ്യുന്ന സമയത്ത് 1000 ഒക്കെയാണ് ചിക്കൻ്റെ 1000 ഒക്കെയാണ് റേറ്റ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പം ഞാൻ കുറച്ചായി, ഇപ്പം ഞാനിവിടെ ഖത്തറിലായതുകൊണ്ട് ഇപ്പം നാട്ടിലങ്ങനെ ചെയ്ത് കൊടുക്കുന്നില്ലല്ലോ. അപ്പം ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. എപ്പോഴും ഒരേ രുചിയിലല്ല കഴിക്കുന്നത്. അപ്പോൾ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഓക്കെ ടാ, ബൈ.